Okay, good afternoon. Mark your attendance. അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ച കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ മിസ് ഒരു ഡിക്റ്റേഷൻ ഇടാം. Are you ready? No. മടിയന്മാരാ നിങ്ങള്? മിസ് ഒന്ന് പറയാം. ആദ്യം ഡിക്റ്റേഷൻ ആണ്. എല്ലാവരും നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കും. ഏതാണ്? ഒന്നെങ്കിലും സ്ലേറ്റ് എടുത്താലും മതി. മിസ് പറഞ്ഞ കാര്യങ്ങൾ എഴുതണേ. എല്ലാരും അവരവരുടെ പേര് എഴുതാൻ പഠിച്ചിട്ടുണ്ടോ ഇംഗ്ലീഷില്? ആരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. എന്റെ മക്കള് നല്ല സൂപ്പർ മക്കളാണ് അല്ലേ? പിന്നെന്തിനാ അമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വെറുതെ? എല്ലാവരും പേരൊന്നും എഴുതിയേ. നോക്കട്ടെ, പേരെഴുതിയ എല്ലാവരും. ഇംഗ്ലീഷിൽ മലയാളത്തിൽ അറിയാതിരിക്കില്ല അല്ലെ പേരെഴുതാൻ? അന്ന് ഞാൻ പഠിപ്പിച്ചു ഒരു ദിവസം. അപ്പൊ ഇംഗ്ലീഷിൽ നിങ്ങളുടെ പേര് എഴുതുക. ഫസ്റ്റ് വൺ. ആ മലയാളത്തിൽ എഴുതാൻ പഠിച്ചോ? എന്നാ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതാണ്. എന്ത്? മലയാളത്തിൽ നിങ്ങളുടെ പേര് എഴുതുക. ഒരു വരി എക്സാം ഒക്കെ ആയി. അപ്പൊ നിങ്ങൾ എത്രമാത്രം എല്ലാ സബ്ജക്റ്റും റെഡി? ഓക്കെ, ഇവിടെ റിയാൻ TP ആര് കാണിച്ചിട്ടുണ്ടല്ലേ? ഇനി അടുത്ത പറഞ്ഞോട്ടെ. ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഓക്കെ, അറിയുന്ന എഴുതണം കേട്ടോ. റെഡിയാണോ? അൻവിലക്കുട്ടി മടിയുണ്ട് അല്ലേ? കള്ളത്തി മടിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എഴുതേണ്ട എന്താണെന്നറിയോ? മൈന. ചിഹ്നങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മായ അറിയാം, മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ചിഹ്നങ്ങളും പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിപ്പോ എന്താ എഴുതണെന്നറിയോ? മൈന. എന്ത് പഠിച്ചിട്ടുണ്ട് നോക്കട്ടെ നിങ്ങള്? മൈന ഒറ്റക്ക് എഴുതി നോക്കിയാ അറിയുന്ന എഴുതിയാ മതി. ചിഹ്നം അറിയാം. നെക്സ്റ്റ് മായ എന്ന അക്ഷരം എഴുതണം. നെക്സ്റ്റ് ന എന്ന അക്ഷരം എഴുതണം. നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ് മായും നായും. ആരെയും ഹെൽപ്പൊന്നും വേണ്ട കേട്ടോ, ഒറ്റക്ക് എഴുതിയാ മതി. തെറ്റിക്കോട്ടെ. ഓക്കെ, എഴുതുന്നുണ്ട് എല്ലാവരും അല്ലെ? മൈന. മൈ ഷാസിലെ മൈന. ആരാ എഴുതുന്നേ? ഷാസിൽ എഴുതിയില്ലേ? അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലേ നമ്മള്? പിന്നെ എന്ത് വേണം? ചിഹ്നവും പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പാവ. അടുത്തത് പാവ. ആദ്യം പാ എഴുതണം. നെക്സ്റ്റ് ചിഹ്നിടണം. പിന്നെ വാ എഴുതണം. പാവ. എന്താണ് ആയിഷ ഡൗട്ട്? പാവ. നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ ഈ പറയുന്നേ? വേഗം എഴുതിയേ. ആലോചിച്ച് നോക്കിയേ. ഏതാണ് പാ എഴുതിയിട്ട് ഏത് ചിഹ്നാണ് ഇടണ്ടേന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാവ. റിയാൻ എനിക്ക് ക്ലിയർ ആവുന്നില്ല മോനെ അത്. വെരി ഗുഡ്. ഒറ്റക്ക് എഴുതുന്നതാണോ? വെരി ഗുഡ്. പാവ ഒറ്റക്ക് എഴുതി നോക്കിയേ. എത്ര പേർക്ക് ശരിയാവുന്നുണ്ട് നോക്കട്ടെ. വെരി ഗുഡ് ആദിശ്രീ. ഏതൻ, ആദിശ്രീ, ഷക്കല്, ആദിയ,
നൂഹ എഴുതിയോ? ഇവരൊക്കെ ശരിയാ എഴുതിയിട്ടില്ല കേട്ടോ. അൻവിത, പാവ, മൈന രണ്ടും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചെഴുതണേ. ചിഹ്നം ഏതാണെന്ന് ആലോചിച്ച് നോക്കണം. പേന. ഏത് ചിഹ്നാണ് ഫസ്റ്റ് ഇടേണ്ട നേരം? പേന എഴുതുമ്പോ എഴുതിക്കോ. ചിഹ്നം ആദ്യം ഇടുക, പിന്നെ പായ എന്ന അക്ഷരം ഇടുക, നെക്സ്റ്റ് ന എഴുതുക. ആലോചിച്ച് നോക്കണം, നമ്മൾ ഇന്നലെ പഠിച്ചത്. അത് തന്നെ ആയിഷ. നെക്സ്റ്റ് പേ ആയിട്ട് ഇപ്പം പേന എഴുതിയോ? അപ്പൊ ഒന്നാമത്തെ എന്താണ്? പേര് എഴുതാൻ പറഞ്ഞു. രണ്ടാമത്തത് മൈന എഴുതാൻ പറഞ്ഞു. നെക്സ്റ്റ് തേർഡ് വൺ പാവ. ഫോർത്ത് വൺ എന്താണ്? പേന. വെരി ഗുഡ് ഷാസിൽ, ആദിശ്രീ, റിയാൻ, അൻവിത ഒക്കെ എഴുതിയ കറക്റ്റ് ആണ് കേട്ടോ. ഷഹലിന്റെ പേപ്പറിലായതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയർ. പേന. ഓക്കെ. അബ്ദുൽ ബാസിത്തെ, മെഹഫൂസ്, ഉമർ ജാഫർ, ഇവാന, ബിജു, ഷഹല്, ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ. വെരി ഗുഡ് നൂഹ, കറക്റ്റ് ആണ്. ഡെൽവിൻ ബിജു കറക്റ്റ് ആണ് എഴുതിയത്. ആദിയ ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ ആണേ അല്ലേ. ഏതൻ ജെ മാത്യു കറക്റ്റ് ആണ്. ഉമ്മറെ ഞാൻ കണ്ടില്ല നീ എഴുതിയത്. പേന. ഏബൽസിൻഡോ കറക്റ്റ് ആണ് കേട്ടോ. ഏച്ചിനോട്ടില്ലേ മോനെ? നോക്കട്ടെ, ക്ലിയർ ആവുന്നില്ല പേപ്പറിലായോണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാ, ശ്രദ്ധിച്ച് കേൾക്കണേ. പുലി. ഐഷാമാന കറക്റ്റ് ആണ് എഴുതിയത്. പേന. പുലി. അടുത്തത് ഒതുക്കി പറക്കി എഴുതിയേ. പുലി. പാ എഴുതണം ആദ്യം, പിന്നെ എന്ത് എഴുതണം? ഊ ചിഹ്നിടണം, പിന്നെ ലാ എഴുതുക, ഈ ചിഹ്നിടുക. പുലി. ഓക്കെ, കുറച്ച് പൊക്കി പിടിച്ചേതനെ. കറക്റ്റ് പുലി. ഓക്കെ, താഴ്ത്തി വെച്ചോ. പുലി. അടുത്ത നൂഹ എഴുതിയത് കറക്റ്റ്, പുലി. നെക്സ്റ്റ് ഡെൽവിൻ ബിജു, കുറച്ച് പൊക്കി പിടിച്ച മനസ്സിലായിട്ട്. ഓക്കെ, കറക്റ്റ്. മുഹമ്മദ് ഷാസിൽ എഴുതിയ കറക്റ്റ് ആണ്. ഇവിടെ നമ്മുടെ പുലി എഴുതിയിട്ടുണ്ട്. ഐഷാമാന എഴുതിയ കറക്റ്റ് ആണ്. ഒറ്റക്ക് എഴുതുന്നതന്നല്ലേ നിങ്ങള്? ഇവിടെ അബ്ദുൽ ബാസിത്ത് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ ഡിക്റ്റേഷൻ ഒന്നും എഴുതുന്നില്ലേ? ഞാൻ അവിടെ വരണോ? വേഗം എഴുതിയേ. ഇഷാനു വീഡിയോ ഓൺ ചെയ്തേ മോളെ. ഇവാന ബിജു, ഉമർ ജാഫർ എഴുതിയിട്ടുണ്ട് അല്ലേ എല്ലാം? വെരി ഗുഡ്. ഫാത്തിമ മെഹറിൻ എഴുതിയിട്ടുണ്ട്. റിയാൻ ടി പി, ആദിശ്രീ, വെരി ഗുഡ്. എല്ലാരും കറക്റ്റ് എഴുതുന്നുണ്ടല്ലോ. ഇത്ര കൃത്യത്തിൽ പഠിച്ചോ എല്ലാവരും? അമ്മയോട് ചോദിക്കുന്നുണ്ടോ ഇടക്കിടക്ക്? ഉണ്ടോ? ആയിഷ അമ്മേനെ നോക്കുന്നുണ്ടേ. ആരെങ്കിലും ചോദിച്ചിട്ടാണോ എഴുതുന്നത്? അൻവിത ആണോ? അൻവിത അതെയോ? എന്നാ എഴുതണ്ട എനിക്ക് ഡിക്റ്റേഷൻ, സ്വന്തം എഴുതുന്നത് മതി. സത്യം പറയുന്നുണ്ട് അല്ലേ അൻവിത കുട്ടി? ഓക്കെ, നെക്സ്റ്റ് എന്താ? അമ്മയുടെ ഒന്നും ഹെൽപ്പ് വേണ്ട കേട്ടോ. എല്ലാ സമയമൊന്നും ഇപ്പൊ അമ്മേനെ കിട്ടീന്ന് വരില്ല. അപ്പൊ സ്വന്തം തന്നെ പഠിക്കണ്ടേ നമ്മള്? നമുക്ക് സ്വന്തമായിട്ട് എല്ലാം അറിയണം. ആരുടെയും ഹെൽപ്പ് ഒന്നും വേണ്ട അല്ലേ? മാല. എന്താ കൈകൊണ്ട് കാണിക്കുന്നത്? മാല. മാ എഴുതുക, ആ ചിഹ്നിടുക, ല എഴുതുക. സ്വന്തമായി എഴുതിയാൽ മതി എല്ലാവരും. നമ്മൾ പഠിച്ചതല്ലേ. പിന്നെന്താ? മാ എഴുതുക, ആ ചിഹ്നിടുക. ഏതൻ കറക്റ്റ്, വെരി ഗുഡ്, സൂപ്പർ.
ഏബൽ സിൻഡോക്ക് മറന്നുപോയോ ഏബലെ? മഹിമ കേറിയോ? അവിടെ എത്തിയോ മഹിമ? ഗുഡ് ഗേൾ, വേഗം കേറിയല്ലോ ക്ലാസ്സില്. വെരി ഗുഡ്. ഓക്കെ, ഇഷാനു കറക്റ്റ്, വെരി ഗുഡ്. ഉമർ ജാഫർ വെരി ഗുഡ്. ഫാത്തിമ മെഹറിൻ വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഷാസില് വെരി ഗുഡ്, എഴുതിയിട്ടുണ്ട് എല്ലാരും. സ്വന്തമായിട്ടാണോ മിസ് ഇവരൊക്കെ എഴുതുന്നത്? എല്ലാം എഴുതുന്നുണ്ടേ. അൻവിത, എന്തേ അൻവിത? അൻവിതൊക്കെ കിട്ടുന്നില്ലേ മാല എഴുതാൻ? അടിയാണ്. എന്നാലും കാര്യം പറയാനുണ്ട്. എന്നാ ഒരു കാര്യം പറ. അമ്മ പറഞ്ഞിട്ടു. മാല മാത്ര പറഞ്ഞതിന്? അല്ല, മൈന കുറച്ച് ബുദ്ധിമുട്ടില്ലാന്നല്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ അമ്മ പറഞ്ഞല്ലേ. മൈനക്ക് എന്താണ് ബുദ്ധിമുട്ട് പഠിച്ചത്? അപ്പൊ സൂപ്പർ. മാല. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതുന്നുണ്ടല്ലേ. നെക്സ്റ്റ് പി. ഏതാണ് ചിഹ്നം? പാ എഴുതുക. ഏത് ചിഹ്നമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് ലാ എഴുതിയിട്ടും ഏതോ ഒരു ചിഹ്നം യൂസ് ചെയ്യണം അല്ലേ. പീലി. പീലി എങ്ങനെ എഴുതും നോക്കട്ടെ എല്ലാവരും. ഇവിടെ അൻവിത കുട്ടി എഴുതി പീലി, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ എഴുതിയ? നെക്സ്റ്റ് ഇവിടെ ഷാനു, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഏതൻ ജെ മാത്യു എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. അയ്യോ, ഇവരൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ, വെരി ഗുഡ്. ഉമർ ജാഫർ എഴുതിയോ? ഇവിടെ ആയിഷ അമാന എഴുതിയിട്ടുണ്ട് പീലി. നെക്സ്റ്റ് ഏബൽ സിൻഡോ എവിടെ എഴുതിയതൊക്കെ? ആദിശ്രീ കറക്റ്റ്, വെരി ഗുഡ്. റിയാൻ വെരി ഗുഡ്. കെ മുഹമ്മദ് ഷാസിൽ കറക്റ്റ്. ഡെൽവിൻ എന്തായി? ഡെൽവിൻ ഏതൻ തോമസ് ഒരു വിവരവും ഇല്ലല്ലോ. ഇതിനെ എഴുതി കഴിഞ്ഞോ? എഴുതിയിട്ടുണ്ട് പീലി. ഇവിടെ നൂഹാസ്മിൻ എഴുതിയിട്ടുണ്ട് പീലി. ആദിയ പീലി, വെരി ഗുഡ്. എല്ലാരും എഴുതുന്നുണ്ട്. ഒറ്റക്കാണോ എഴുതുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഡൗട്ടുള്ളൂ. എഴുതിയോ പീലി എല്ലാവരും? നെക്സ്റ്റ് വൺ. ഓക്കെ ഡെൽവിൻ. നെക്സ്റ്റ് വൺ ചിരി. അവിടെ ഉണ്ടല്ലോ ചിരി. ചിരി എങ്ങനെ എഴുതുക? ചിരി എഴുതിയിട്ട് എങ്ങനെ എഴുതണം? അതാ ഇഷാനു കറക്റ്റ് ആയിട്ട്. വേഗം താഴ്ത്തി പിടിച്ചോ. അടുത്ത ആയിഷാമാനാ, അല്ലെങ്കിൽ എല്ലാരും നോക്കും. ശരിയാണ്, ചിരി. നെക്സ്റ്റ് ചാക്ക് എന്തിടണം ഷാസിലെ? ഈ ചിഹ്നം ഏതാ? താഴോട്ട് എന്ത് ചെയ്യണം? ചാക്ക് ഇട്ടോ? ഇല്ല. അത് തന്നെ കറക്റ്റ്. ഇട്ടോ? ഡൗട്ട് വന്നോ? ഓക്കെ ദെൻ കറക്റ്റ്. ഇപ്പൊ ചാക്ക് പറഞ്ഞില്ല. ഈ ചിഹ്നം ഏതാണ് ചിഹ്നം എന്ന് വെച്ചാൽ എഴുതിക്കൊള്ളുക. വിദ്യുദ്രാം കറക്റ്റ്. ചിരി. ഇവിടെ ഡെൽവിൻ എഴുതിയിട്ടുണ്ട് ചിരി. ഓക്കെ, ആദിയ മധു എഴുതിയോ? ഫാത്തിമ മെഹറിൻ. ഓക്കെ, ഇതാണോ നിങ്ങൾ എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞത്? ഇപ്പൊ എല്ലാരും എഴുതുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നിര. നായാണ്. നാക്ക് എന്തിടണമെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക, ഓർത്ത് ചെയ്യുക. നിര.
ഏത് ചിഹ്ന വേണ്ടതെന്ന് നോക്കി. ആ കറക്റ്റ് ഷാനി, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ എഴുതിയേ? ആ ഇവിടെ ഏതിന് എഴുതിയിട്ടുണ്ട്? നിര, വെരി ഗുഡ്. ഓക്കെ, നിര. അബ്ദുൽ ബാസിത്തെ എഴുതുന്നുണ്ടോ? അബ്ദുൽ ബാസിത്തെ ആദിശ്രീ എഴുതിയോ? അൻവിത, ആ നിര, വെരി ഗുഡ്, കറക്റ്റ്. മഹിമ എഴുതുന്നുണ്ടോ? മഹിമ അറിയില്ല. നിര, ഡെൽവിൻ കറക്റ്റ്. വിദ്യുദ്രാം കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, ശരിയല്ലേ. മുഹമ്മദ് ഷാസിൽ എഴുതിയത് കറക്റ്റ് ആണ്. പിന്നെ റിയാൻ എഴുതിയത് കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ മെഹറിന് എഴുതിയ കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഇവിടെ ആയിഷ മാന എഴുതിയത് കറക്റ്റ് ആണ്. നിര. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ എത്ര എണ്ണായി? നമ്മളിപ്പോ എത്ര എണ്ണം എഴുതി ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഉണ്ട്. ഇന്ന വാക്കാണെന്നൊന്നും പറയണ്ട അല്ലേ, സ്വന്തമായി എഴുതിക്കോളൂ. അതാണ് ചിഹ്നങ്ങൾ പഠിച്ചാലുള്ള മെച്ചം അല്ലേ. ആ ഇപ്പൊ ഏത് പറഞ്ഞാലും എഴുതിക്കോളൂ അല്ലേ ഇപ്പൊ. ഓക്കെ, അപ്പൊ ആലോചിച്ചിട്ട് എഴുതണം അല്ലേ. എങ്ങനെ എഴുതുമ്പോ? അടുത്തത് ഒന്നുകൂടി പറയാ, നിങ്ങക്ക് എല്ലായിടത്തും ഓരോന്ന് പറയാം. മരം, മരം എങ്ങനെ എഴുതുക? മരം. ആ വെരി ഗുഡ് ഇഷാനി. ഏതൻ, വെരി ഗുഡ്. മരം. അമ്മ എന്ന ചിഹ്നം അല്ലെ. മായും രായും നമുക്കറിയാം, അനുസ്വാരം ഇടണം പിന്നെ അല്ലേ. അപ്പൊ എന്തായി? മരം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. റിയാൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡെൽവിൻ ബിജു എഴുതി മരം. അടുത്ത ആരാ? ആദിശ്രീ എഴുതി മരം. അടുത്ത അൻവിത പ്രജീഷ് എഴുതിയിട്ടുണ്ട്. ആയിഷ അമാന കറക്റ്റ്. അടുത്ത ആരാ? മെഹഫൂസിനെ ഞാൻ കാണുന്നില്ല. അബ്ദുൽ ബാസിറ്റ് എഴുതുന്നേ ഇല്ല. മുഹമ്മദ് ഷാസിൽ കറക്റ്റ്. വിദ്യുദ്രാം കറക്റ്റ്. ആദിയ ഓക്കെ, കറക്റ്റ്. അപ്പൊ എല്ലാവരും എഴുതുന്നുണ്ടല്ലേ. ഉമർ ജാഫർ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ഏബൽ എഴുതിയോ? ഏതൻ ആ പേപ്പറിലാണല്ലോടാ. ഏതിനും കിട്ടുന്നില്ല മരം. ഏതാ അനുസ്വാരം? മിസ് പറഞ്ഞു തന്നിട്ടില്ലേ? അനുസ്വാരം എങ്ങനെ എഴുതണം? കുഞ്ഞു എന്താണ്? മായും രായും എഴുതിയിട്ട് കുഞ്ഞു. ആ ഓ എഴുതിയോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ കുറേ ഏറെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ? നിങ്ങള് എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ? ആ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിക്റ്റേഷൻ ഇട്ട്. എല്ലാം ശരിയായവർ എത്ര പേരുണ്ട്? ഇന്ന് നമ്മൾ ഡിക്റ്റേഷൻ ഇട്ട വാക്കുകൾ മുഴുവൻ ശരിയായവര് ഈ ഒരുപാട് പേരുണ്ടോ? ഓക്കെ, അപ്പൊ മുഴുവൻ ശരിയായവരേക്ക് എന്ത് ചെയ്യുക? അമ്മമാരോട് ഫുൾ സ്റ്റാർ വാങ്ങിക്കോട്ടോ. ഫുൾ സ്റ്റാർ എല്ലാം വാങ്ങിക്കോ. ടിക്കൂട്ട് തരാൻ പറഞ്ഞല്ലേ കേട്ടോ. ഓക്കെ, അപ്പൊ ചിഹ്നങ്ങൾ ഒന്നുകൂടി തറവായിട്ട് പഠിക്കണം കേട്ടോ. തെറ്റില്ലാതെ എഴുതാൻ, പെട്ടെന്ന് എഴുതാൻ പഠിക്കണം. അപ്പൊ ചിഹ്നങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം എഴുതാൻ അറിയാലോ. ഇനി സ്വന്തം പേര് എങ്ങനെ എഴുതണം മലയാളത്തിൽ എഴുതാൻ പഠിക്കണേ. എല്ലാരും പഠിച്ചോ? വൈഗ പഠിച്ചു ഇന്നലെ. ഐ ചിഹ്നം പഠിക്കുന്ന സമയത്ത് വൈഗ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈഗ ക്ലാസ്സിൽ ഇല്ല അല്ലേ. അപ്പൊ ഓരോരാളും എങ്ങനെ പേര് എഴുതണം? ഇപ്പൊ അൻവിതയാണെങ്കിൽ എങ്ങനെ എഴുതണം? ആ എഴുതുക, സ്വരാക്ഷരങ്ങളിൽ ഫസ്റ്റ് ലെറ്റർ ആ. നെക്സ്റ്റ് ഇൻ, ചില്ലക്ഷരമായ ഇൻ എഴുതുക. പിന്നെ വാ എഴുതുക. എന്ത് ചെയ്യുക? ഈ ചിഹ്നം ഇടുക, വള്ളി ഇടുക. പിന്നെ താഴെ എഴുതുക. അങ്ങനെയാണ് അൻവിത. നമ്മൾ പഠിച്ചതാണ് എല്ലാം. അപ്പൊ എഴുതി നോക്കിയേ, എല്ലാവരും സ്വന്തമായി എഴുതി നോക്കിയേ. ഷാസിൽ എഴുതി നോക്ക്. വിദ്യുദ്രാം, റിയാൻ അല്ലേ. നെക്സ്റ്റ് ആദിയ,
ഏദൻ, ഫാത്തിമ, മഹിമ, ഇഷാനി. വെരി ഗുഡ് ഇഷാനി. അൻവിത, ആയിഷ അമാന, ഉമ്മർ, ഏബൽ സിൻഡോ, നൂഹ, ഡെൽവിൻ, ഏദൻ തോമസ്. ഏദൻ എഴുതിയാൽ മതി. ഏദൻ. അബ്ദുൾ ബാസിത്ത്, ബാസിത്ത് എഴുതിക്കോട്ടോ. ആദിശ്രീ. എല്ലാരും സ്വന്തമായി ഒന്ന് എഴുതാൻ നോക്കി നോക്കണേ കേട്ടോ. ആയിഷ, ആ എഴുതുക. യാ പഠിച്ചിട്ടില്ല അല്ലെ നമ്മള്. ഷ. ഓക്കെ, പഠിച്ചോ? ആയിഷ. വെരി ഗുഡ്. ഏദൻ പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ അത് നമുക്ക് പഠിക്കാം കേട്ടോ. നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളോടി നല്ല വ്യക്തി എഴുതാൻ പഠിച്ചല്ലേ. എഴുതിക്കൂടി നിങ്ങൾക്ക്. വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചില്ല അല്ലെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില്. അതുകൊണ്ട് നമുക്ക് അത് പഠിച്ചിട്ട് എഴുതാം കേട്ടോ. അതുകൊണ്ടാ മിസ് പേര് എഴുതാൻ അത്ര നിർബന്ധം പിടിക്കാത്തേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? കഥയൊക്കെ ഇന്ന് മിസ് വിട്ടു. ഓൾ ഓഫ് യു ടേക്ക് എ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവർക്കും സ്റ്റാർ ഒക്കെ കിട്ടിയില്ലേ? കൊറേ സ്റ്റാർ ഒക്കെ കിട്ടിയോ? കിട്ടിയില്ലേ? കിട്ടിയില്ലേ അൻവിത, ഉമ്മർ? യെസ്, കിട്ടി. ആഴ്ച ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം നമുക്കിന്ന്? നമ്മൾ ഇന്നലെ കാലങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. നെക്സ്റ്റ് മരം എന്നുള്ള പാഠം ആ പേജ് പഠിച്ചു. എങ്ങനെ? മരം, പൊതി, തൊടി, പൊടി, മോടി, തോട, ചോല. മൗനം, മൗലി, നൗക. വരം, തരം, പദം. ഇങ്ങനെയാണോ നിങ്ങളുടെ പേജിലുള്ളത്? പേജ് നമ്പർ എത്ര? 20 ആണോ 19 ആണോ? മിസ്സിന് 19 ആണ്. ഓ, ഇവര് നിങ്ങളത് മാറ്റാണ്. മിസ്സിന്റെ ഇല്ല പോലെ അല്ല. ഇല്ലേ അല്ലേ? നിങ്ങളില് മനം, മൗനി അല്ലേ? നെക്സ്റ്റ് ചെടി. എന്താ വായിച്ചേ ഷാസിലെ? എന്താ പേജില്? മന, മന, ആ, മൗനി, ആ, മടി, ആ, മെതി എന്നായിരിക്കും. മൂടി. ആ, മടി, മടി, മോടി. ഓ ചിഹ്നം. ഓക്കെ, മടി, മോടി. ആ, നെക്സ്റ്റ്. നോക്കി ശ്രദ്ധിച്ച്. ആ, പൊതി, പൊതി, ആ, പൊതി. തൊടി, തോട, തോട, ചോല, ചോല, മൗനം. ഇത് അതിന് മേലെ തടി, തൊടി, തടി, തൊടി, വര, വരം, വര, വരം. പിന്നെയോ? കഴിഞ്ഞോ? ഓക്കെ, അത്രേ ഉള്ളൂ അല്ലേ? മിസ്സിന്റെ പൊതി, തൊടി, പൊടി, മോടി, തോട, ചോല, ഓ ചിഹ്നം വരുന്നത്. നെക്സ്റ്റ് മൗനം, മൗലി, നൗക, ഔ ചിഹ്നം വരുന്നത്. അടുത്ത വരം, തരം, പദം എന്നാണുള്ളത്. ചിഹ്നം വരുന്നത്. അത്രയും എക്സാമ്പിൾ ആയിട്ടാണ് ഉള്ളത് അല്ലേ? മരം എന്നുള്ളത് ഫസ്റ്റിലും. ഓക്കെ, ആ ഡോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് താഴെ ഒരു വർക്ക് ഉണ്ടോ മക്കളെ? നിങ്ങൾക്ക് നിറം കൊടുക്കുക പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ മിസ്സിന്റെ കണ്ടോ നിറം കൊടുക്കുക മറ്റൊന്നും കൂടി ഇല്ല. എന്താ ഇതുണ്ടോ? ഓ എന്ന ചിഹ്നം, ഓ എന്ന ചിഹ്നം, ഔ ചിഹ്നം, ചിഹ്നം. ഇത്രയാണല്ലോ കേട്ടോ. ഇതിന് നിറം കൊടുക്കാനാണ് നമ്മളോട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിൽ വർക്കൊന്നും ഇല്ല അല്ലേ? അപ്പൊ പേജ് നല്ലപോലെ വായിക്കോ. വായിക്കാൻ കിട്ടുന്നില്ലല്ലോ?
ആ പേജ് ഒന്നുകൂടി വേറെ ആരാ വായിക്കുന്നേ? നല്ല വൃത്തിയിൽ ഒന്ന് വായിക്കാൻ പറ്റുമോ? ആരാ വായിക്കുന്നേ? ആ ഇഷാനി. ഓക്കെ, ഇഷാനി വായിച്ചോ. ഇഷാനി അങ്ങനെ വരും. വെരി ഗുഡ്. നെക്സ്റ്റ് വടി തടി പൊടി തൊടി മാടി മോടി നടി വര വരം പൊതി. തോട ചോള ചോള പദം. പദം. ഓക്കെ, അപ്പൊ അത്രയാണ് ആ പേജിലുള്ളത് അല്ലേ? അപ്പൊ നെക്സ്റ്റ് പേജില് നിങ്ങൾക്ക് കുറെ പിക്ചറില് കാണുന്നേ ആണോ? അടുത്ത പേജ് നമ്പർ എത്രയാ? നെക്സ്റ്റ് പേജ് നമ്പർ എത്രയാ റിയാൻ? 21 അല്ലേ? 21 ആണ് നിങ്ങളത്. ഓക്കെ, 21 കൊറേ പിക്ചർ കാണുന്നുണ്ട്. കണ്ടോ? കാണുന്നുണ്ടോ നിങ്ങളതില്? നിങ്ങളെ ബുക്കിലുണ്ടോ അത്? നിറം കൊടുക്കാൻ പക്ഷികൾ. എന്താണുള്ളത്? പറന്ന് അല്ലേ? എനിക്ക് കൊറേ പക്ഷികളുടെ പിക്ചർ ഉണ്ട് അല്ലേ? ഓക്കെ, അതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഓരോ പക്ഷിനെ കുറിച്ചും പറയാം അല്ലെ? നമുക്ക് ഇതിലുണ്ട് നമ്മുടെ ദേശീയ പക്ഷിയാണ് ഇത്. ഏതാ നമ്മുടെ ദേശീയ പക്ഷി? പീകോക്ക്. പീകോക്ക്, വെരി ഗുഡ്. നമ്മുടെ ദേശീയ പക്ഷി ഏതാ? പീകോക്ക് അല്ലേ? എന്താ മലയാളത്തിൽ പറയോ പീകോക്കിനെ? പീകോക്കിന് മലയാളത്തിൽ എന്താ പറയാ? മയിൽ. ഓക്കെ, മയിലല്ല കേട്ടോ, മയിൽ. പീകോക്ക് അല്ലേ? നമ്മുടെ ദേശീയ പക്ഷിയാണ് ഏത്? മയിൽ അല്ലേ? മയിൽ നമ്മുടെ ദേശീയ പക്ഷി. അപ്പൊ ഓരോ പക്ഷിയും ഉണ്ട് അല്ലെ? നീന്താൻ കഴിവുള്ള പക്ഷി ഏതാ? അത് നീന്താൻ കഴിവുള്ള പക്ഷി പക്ഷിയാ? എന്താ അത്? ഡക്ക് അല്ലേ? താറാവ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? പരിസരം വൃത്തിയാക്കുന്ന പക്ഷി. ഏത് പക്ഷിയാ അത്? ഏതൻ? ക്രോ അല്ലേ? കാക്ക. പരിസരം വൃത്തിയാക്കുന്ന, എല്ലാം കൊത്തി തിന്നു അല്ലേ? ഓക്കെ, അതുകൊണ്ട് പരിസരം വൃത്തിയാക്കുന്ന പക്ഷി കാക്ക. നെക്സ്റ്റ് എന്താ? സംസാരിക്കുന്ന പക്ഷി ഏതാ അത്? ഫാത്തിമ മെഹറിൻ? പാരറ്റ്. തത്ത. തത്തക്ക് ഏത് കളറാണുള്ളത്? നിറം എന്താ? ബ്ലാക്ക്. തത്തയുടെ നിറാണോ ബ്ലാക്ക്?
Green. ഗ്രീൻ. വെരി ഗുഡ്. നെക്സ്റ്റ് സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി. എന്താ പക്ഷി? ഏത് പക്ഷിനെ കാണുന്ന എവിടെ നൂഹ? ഡെൽവിൻ പറഞ്ഞോ. ഡെൽവിൻ. പ്രാവ്. വെള്ളരി പ്രാവ് അല്ലേ? വെരി ഗുഡ്. പ്രാവാണ് ഇവിടെ ഉള്ളത്. സമാധാനത്തിന്റെ പ്രതീകമാണ് അല്ലേ? നെക്സ്റ്റ് ഒരു വളർത്തു പക്ഷി. ഡെൽവിൻ ഏതാത്? ഏതാത്? കോഴി അല്ലേ? ആ, കോഴി. ഒരു വളർത്തു പക്ഷി. നമ്മൾ വളർത്താറില്ലേ വീട്ടില്? ഇതാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലേ? ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു കേട്ടോ മക്കളെ. ഇന്ന് കഥയൊന്നും പറഞ്ഞില്ല. അൻവിത ഇനി അടുത്ത ക്ലാസ്സിൽ നല്ല സ്റ്റോറി, ഇംഗ്ലീഷ് സ്റ്റോറി പഠിച്ചിട്ട് വരുക കേട്ടോ. ആ, ഓക്കെ. എന്നിട്ട് നമുക്ക് കഥ പറയേ. അൻവിത നമ്മളെ കഥ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, സി യു. ഉറപ്പ് തൂക്കുന്നുണ്ട് എല്ലാവർക്കും.